എനിക്ക് മുമ്പ് വാങ്ങിച്ച ആൾക്കാരും എനിക്ക് ശേഷം ഞാൻ വാങ്ങിയതിന് ശേഷം വന്ന മോഡലുകൾക്കും 1 ഇയറിന് ശേഷം വാറണ്ടി കഴിഞ്ഞ ഫോണുകൾക്ക് അവരുടേതല്ലാത്ത കാരണത്താൽ ഗ്രീൻ ലൈൻ ഉണ്ടായപ്പോൾ അവർക്കത് ക്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർക്ക് സംസാരിക്കുമ്പോൾ അവർക്കതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഗ്രീൻ ലൈനോട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എൻ്റെ ഫോണിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ S22 അൾട്ര 2.5 വർഷം പഴക്കമുള്ള അൾട്രയുടെ ഡിസ്പ്ലേ എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്പ്ലേയും ബാറ്ററിയും എൻ്റെ ഫുൾ കിറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി തന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ രണ്ടര ആഴ്ചയോളം ഉണ്ടായത് നിരന്തരമായിട്ടുള്ള മെയിലും കോളുകളും അതിനുശേഷം ഹാൻഡ് ഓവറിന് ശേഷം 3-ാം ദിവസം അവർ പറഞ്ഞ വാക്ക് പാലിച്ചു, ഈ ക്ലിയർ ആക്കി തന്നു. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം, എനിക്ക് മുമ്പ് വാങ്ങിച്ച ആൾക്കാരും എനിക്ക് ശേഷം ഞാൻ വാങ്ങിയതിന് ശേഷം വന്ന മോഡലുകൾക്കും 1 ഇയറിന് ശേഷം വാറണ്ടി കഴിഞ്ഞ ഫോണുകൾക്ക് അവരുടേതല്ലാത്ത കാരണത്താൽ ഗ്രീൻ ലൈൻ ഉണ്ടായപ്പോൾ അവർക്കത് ക്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർക്ക് സംസാരിക്കുമ്പോൾ അവർക്കതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സാംസങ്ങിനോട് മാത്രം എനിക്കൊരു കാര്യം പറയാം. സാംസങ്ങിന് ആക്ച്വലി ഞാനൊരു നന്ദി പറയുന്നുണ്ട്. എൻ്റെ ഫോൺ ക്ലിയർ ആക്കി നിങ്ങൾ തന്നു, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ഉള്ള കുറേ ആൾക്കാരുടെ ഫോണ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. S23, S24 പോലത്തെ മോഡൽസ് ഇപ്പോഴും കംപ്ലൈൻറ്റ് ആകുന്നുണ്ട്. 1 ഇയറിന് ശേഷമാണ് ഈ മിക്ക ഫോണുകൾക്ക് ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ FE സീരീസിനും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 1 ഇയറിന് ശേഷം അറ്റ്ലീസ്റ്റ് 3 ഇയർ ഉള്ളിലുള്ള ഫോണുകൾക്കെങ്കിലും വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ്, കസ്റ്റമർ കൊണ്ട് ഉണ്ടാകാത്ത ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ് ഇല്ലാത്തൊരു ഫോണാണെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അത് ചെക്ക് ചെയ്യുന്നതിന് ഓരോ സർവീസ് സെൻ്ററിലും 250 രൂപയോ സംതിങ് അവർ സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ടാണ്, ഫ്രീ ആയിട്ട് ആരും ചെക്ക് ചെയ്യുന്നില്ല. ഇത് വാങ്ങിച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റുമല്ലോ ഇത് കസ്റ്റമർ കൊണ്ടുണ്ടായ കാരണമല്ല, അത് കമ്പനിയുടെ ഇഷ്യൂ ആണുള്ളത്. അങ്ങനെയെങ്കിലും ആ ഡിസ്പ്ലേ അവർക്ക് പരിഹരിച്ച് കൊടുക്കാം. ഇന്ത്യ എന്ന് പറയുന്നൊരു മാർക്കറ്റിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു മാർക്കറ്റുള്ള സ്മാർട്ട് ഫോൺ മാർക്കറ്റുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഫോണും കൂടാണ് സാംസങ്ങിൻ്റെ ബ്രാൻഡുകൾ. ഈ സാംസങ്ങിൻ്റെ ബ്രാൻഡ് ഒരുപാട് ഫോണുകൾ വിറ്റ് പോകുന്നുണ്ട്. മൈജി പോലത്തെ സ്ഥാപനങ്ങൾ സാംസങ്ങിന് ഒരുപാട് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട്. സോ പുതിയൊരു ഫോണിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം സാംസങ്ങിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് പിന്നീട് സാംസങ്ങിലേക്ക് പോകുന്ന ഒരു ഭയമാണ് ഇപ്പോൾ. കാരണം ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ ഗ്രീൻ ലൈൻ മാറ്റാൻ വേണ്ടിയിട്ട് സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ കയറി ഓടി നടക്കുക. അതിന് നമ്മൾ നോക്കേണ്ടത് വിവോയും OnePlusനെയൊക്കെയാണ്. ഈ രണ്ട് ബ്രാൻഡുകളും അൺലിമിറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഫോണുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഫിസിക്കൽ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുള്ള ഫോണുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അത് കസ്റ്റമറിന് കിട്ടേണ്ട ഒരു അവകാശം തന്നെയാണ്. അത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സാംസങ്ങിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റിൽ നിസ്സാര ഒരു കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം ഉണ്ടായാൽ ഇത്തരം ഒരു കാര്യം ഉണ്ടായാൽ അതിനെ അംഗീകരിച്ച് ആ ഗ്രീൻ ലൈൻ ഇഷ്യൂ മാറ്റി കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന സ്ഥാനത്ത് ഓരോ പ്രാവശ്യവും നെഗറ്റിവിറ്റി കൂട്ടുന്നതല്ലാതെ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളിലേക്ക് സാംസങ്ങിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അത് വളരെയധികം സാംസങ്ങിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. കാരണം പുതിയ ഓരോ കമ്പനികൾ ഇറങ്ങുന്നു. നിസ്സാര കാര്യമാണ്. ഒരു കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പരിരക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കമ്പനി? ഞാൻ ആദ്യമേ പറഞ്ഞു, കമ്പനിയുടെ പ്രശ്നം കൊണ്ട് വന്ന കാര്യം കമ്പനി പരിഹരിച്ച് കൊടുക്കുക. കസ്റ്റമർ നശിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ഗ്രീൻ ലൈൻ മാറ്റി കൊടുക്കണമെന്നെ കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ടെക്നിക്കൽ ടീംസിനെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത്. മിക്കവർക്കും സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷമാണല്ലോ ഇഷ്യൂ വരുന്നത്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റിന് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് വരും. ഓരോ അപ്ഡേഷനിലും സെക്യൂരിറ്റി പാച്ചസ് ക്ലിയർ ആവും. അപ്പോൾ ഫോണിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിക്കും. അത് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പോലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ എല്ലാവരും ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന അപ്ഡേറ്റ് കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുക. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 1-1.5 വർഷമായ ഫോണുകൾ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാതെ നല്ല കവറിട്ട് സൂക്ഷിച്ച് വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്ന ഫോണുകൾ, EMI എടുത്ത ഫോണുകളായിരിക്കാം. ഒരുപക്ഷെ EMI തീർന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ 24 months EMI എടുക്കുന്നവരുണ്ടാവും. ഒരു വർഷം കഴിയുമ്പോൾ ഗ്രീൻ ലൈൻ വന്നു, EMI അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മന്ത്ലി. ചെറിയ സാലറി ആയിരിക്കും, അതിൽ നിന്ന് എടുത്ത ഒരു സേവിങ്സ് അല്ലെങ്കിൽ എടുത്തിട്ട് EMI അടയ്ക്കണം മാസം 3,000 4,000 ഒക്കെ വെച്ച്, അല്ലെങ്കിൽ കുറേ പൈസ കൂട്ടി വെച്ചിട്ട് കൊടുത്ത പൈസ ആയിരിക്കും. ആ പൈസ കൊടുത്താണ് നിങ്ങളുടെ നിന്ന് ഒരു കസ്റ്റമർ ഫോൺ വാങ്ങിക്കുന്നത്. ആ ഫോൺ എടുക്കുമ്പം അതിനൊരു പരിരക്ഷ കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ. കാരണം എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനികളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കൺസ്യൂമർ കോർട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട്. കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ പോകും, അത് വേറൊന്ന്. പിന്നെ പൊരുതി നിന്നാൽ നമുക്കത് കിട്ടും. ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ന്യായമല്ലാത്ത വശം നിൽക്കുന്നതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് വോയിസ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ നിലവിൽ സാംസങ്ങിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, സാംസങ് കൃത്യമായിട്ട് ഓരോ ഫോണും പരിശോധിച്ച് 3 വർഷത്തിനുള്ളിലുള്ള ഫോണുകളെങ്കിലും, അതായത് എടുത്തിട്ട് 3 വർഷം കഴിയാത്ത ഫോണുകൾക്കെങ്കിലും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാറ്റി കൊടുത്തിട്ട് കിട്ടേണ്ടത് കസ്റ്റമറിൻ്റെ അവകാശമാണ്. ഈ കാശ് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഫോണുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആർക്കാണ് പിന്നെ ഉത്തരവാദിത്തമുള്ളത്? മറ്റ് ബ്രാൻഡുകൾ ഉത്തരവാദിത്തപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവോയും ഓപ്പോയൊക്കെ അത് കൊടുക്കുന്നുണ്ട്. വിവോയും ഓപ്പോയും ഈ പറഞ്ഞ വിവോ, ഓപ്പോ, OnePlus പോലത്തെ ഫോണുകൾ
ഗ്രീൻ ലൈൻ ഇഷ്യൂ മൾട്ടിപ്പിൾ ടൈംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എൻ്റെ ഈ ഒരു ഫോണിന് അവർ പറഞ്ഞിരിക്കുന്ന മെയിലിൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, വൺസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ മറ്റ് ബ്രാൻഡുകൾ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ടൈംസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വിവോ X60യുടെ 2 ടൈംസ് ഗ്രീൻ ലൈൻ വന്നിട്ട് ഡിസ്പ്ലേ മാറ്റി അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് സർവീസ് ചാർജ് പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ചെക്കിങ്ങിന് നമ്മൾ ചാർജ് കൊടുക്കണം, ഡിസ്പ്ലേ മാറുന്നതിന് നമ്മൾ ചാർജ് കൊടുക്കണം. അതായത് ചെക്കിങ് ഫസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോയി, ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പുള്ള ജോബ് കാർഡ് ക്രിയേഷൻ 250 ചെക്കിങ് ചാർജ് കൊടുത്തു. അതിനുശേഷം ഫോൺ റിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു 500 സംതിങ് കൊടുത്തു. അത് നഷ്ടമായിട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് അത്രയും മുടക്കാൻ എൻ്റെ ഫോൺ റെഡിയായി കിട്ടിയല്ലോ. 25,000 മുടക്കേണ്ടി വന്നില്ല. എനിക്ക് സാംസങ്ങിനോട് ഒരുപാട് നന്ദിയുണ്ട്. അവരെനിക്ക് കൃത്യമായി, ഞാൻ അവരോട് കുറേ കോൺടാക്ട് ചെയ്തു, ട്വിറ്ററിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തു, അങ്ങനെ അവരെനിക്ക് മെസ്സേജ് അയച്ചു, അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു, അങ്ങനെ എനിക്കിത് ഫൈനലൈസ് ചെയ്തു, എനിക്ക് ക്ലിയർ ആക്കി തന്നു. ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരാളല്ലല്ലോ ഫോൺ എടുക്കുന്നത്, 1000 10,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ സാംസങ്ങിൻ്റെ ഫോണുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഈ കാശ് മുടക്കി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെയ്യുന്ന ഫോണിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാംസങ് പരിഹരിച്ച് തന്നില്ലെങ്കിൽ പിന്നെ ആരാണ് പരിഹരിച്ച് തരേണ്ടത്? അത് സാംസങ്ങിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ട്വിറ്ററിൽ. തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് അതിന് കമൻറ്റ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ടാഗ് ചെയ്യുക, സാംസങ് ടാഗ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. കാരണം ഇതൊരു ക്യാമ്പയിൻ പോലെ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ എത്രയോ പേര് ഇതെടുക്കും. അറിയാൻ വയ്യാത്ത ആൾക്കാർ പോയി എടുത്തിട്ട്, ഇത് ചിലരുണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ല, ഒരു വർഷം കഴിഞ്ഞ ഫോണായിരിക്കും, അവർ പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് അഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ നമുക്ക് ഇത് തരത്തുമില്ല. വാറണ്ടി ഇനി അഥവാ ചാൻസ് ഇനി വന്നാൽ പോലും കിട്ടത്തുമില്ല. സോ സാംസങ്ങിൻ്റെ ഇത്തരം ഒരു രീതി അത് എന്താണെന്നോ സ്ട്രാറ്റജി എന്താണെന്നോ മനസ്സിലാകുന്നില്ല. പക്ഷേ സാംസങ് കസ്റ്റമറിന് ഒരു പരിരക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ സാംസങ്ങിന് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവും എന്ന് യാതൊരു സംശയമില്ല. പക്ഷേ സാംസങ് ബ്രാൻഡ് അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 1 വർഷം 4 മാസമായ ഫോണുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് ഒരു വ്യക്തി കമൻറ്റ് ചെയ്തു. സോ സാംസങ് നിങ്ങളത് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും, അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ചെയ്തതിന് ഒരുപാട് നന്ദി. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. അവർക്കെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്രൈറ്റീരിയ വെച്ചിട്ടെങ്കിലും ചെയ്ത് കൊടുക്കുക. ഒരു 3 വർഷത്തിനുള്ളിൽ നിൽക്കുന്ന ഫോണുകൾ, അല്ലാതെ മാർച്ച് 31 വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ എന്നുള്ള ക്രൈറ്റീരിയ വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും OnePlusനും വിവോയ്ക്കൊക്കെ നല്ല മോഡൽസ് ഉണ്ട്, അവർ അതിലേക്ക് പോകും. ഒരുപാട് മോഡൽസ് ഇപ്പം തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സാംസങ്ങിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, സാംസങ്ങിന് One UI ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാംസങ് മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉള്ളിടത്തോളം തന്നെ, അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ സാംസങ്ങിന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം സാംസങ്ങിനാണ്. സോ സാംസങ് അത് പരിഗണിക്കുന്നതിനാണ് എൻ്റെ വിശ്വാസമല്ല, അതല്ല. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ലിങ്കിൻ്റെ പോസ്റ്റ് ചെയ്ത ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് റീട്വീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുമല്ലോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത്. എമിൽ സൈനിങ് ഓഫ്. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ, ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ബൈ.